കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ എൻസിപിയിൽ ധാരണയായിരിക്കുകയാണ്. കെ ശശീന്ദ്രന് പകരം കുട്ടനാട് MLA തോമസ് പുതിയ മന്ത്രിയാകും. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചതായി PC ചാക്കോ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ധാരണയുണ്ടെന്ന് തോമസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം മാറണമെന്നാണ് NCP ദേശീയ അധ്യക്ഷനായ ശരത് പവാറിന്റെ നിർദ്ദേശമെന്ന് PC ചാക്കോ അറിയിക്കുകയായിരുന്നു. ശശീന്ദ്രനും തോമസിനുമൊപ്പം മുഖ്യമന്ത്രിയെ കാണാനാണ് നിർദ്ദേശിച്ചത്. ഒക്ടോബർ 3-നായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. ശശീന്ദ്രൻ മാറണമെന്ന പാർട്ടി തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. PC ചാക്കോ മന്ത്രി കെ ശശീന്ദ്രൻ, തോമസ് MLA എന്നിവർ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കാണാനിരുന്നതാണെങ്കിലും പിണറായി വിജയന്റെ തിരക്ക് മൂലം അതിന് സാധിച്ചിരുന്നില്ല. PB യോഗത്തിന് ശേഷം 29-ന് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തുകയുള്ളൂ. കെ ശശീന്ദ്രന് പകരം തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാനാണ് ദേശീയ അധ്യക്ഷനായ ശരത് പവാർ 3 നേതാക്കളോടും നിർദ്ദേശിച്ചത്. ശശീന്ദ്രന് തന്നെ നീക്കുന്നതിനോട് എന്നാൽ യോജിപ്പില്ല. തനിക്കൊപ്പം നിൽക്കുന്ന പരമാവധി നേതാക്കളെ സംഘടിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. NCPയിലെ 2 MLA-മാരും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് 2021-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. അതിനിടെ കോൺഗ്രസിൽ നിന്നും PC ചാക്കോ എത്തി NCP സംസ്ഥാന പ്രസിഡന്റായി. മന്ത്രിസ്ഥാനം പങ്കുവെക്കുന്നതിനെ കുറിച്ച് കരാറൊന്നുമില്ലെന്നായിരുന്നു നേരത്തെ ചാക്കോയുടെ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ തോമസ് അസംതൃപ്തനായിരുന്നു. വൈകാതെ PC ചാക്കോയും തോമസിന്റെ ആവശ്യത്തെ പിന്തുണച്ചതോടെയാണ് ശശീന്ദ്രന് സ്ഥാനം ഒഴിയേണ്ടി വരുന്നത്. പാർട്ടിയിൽ 2 അഭിപ്രായം ഉണ്ടായി എന്ന് വന്നാൽ തീരുമാനം CPM നീട്ടുമെന്നാണ് ശശീന്ദ്രൻ കരുതുന്നത്. ശരത് പവാറിന്റെയും PC ചാക്കോയുടെയും ആവശ്യം മുന്നണിക്ക് അംഗീകരിക്കേണ്ടി വരുമെന്ന് തോമസും പ്രതീക്ഷിക്കുന്നു. 2ാം പിണറായി സർക്കാരിൽ 2.5 വർഷം പൂർത്തിയാക്കുന്ന ശശീന്ദ്രൻ ഒഴിയണമെന്നാണ് തോമസിന്റെ ആവശ്യം. നേരത്തെയും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടിയിൽ പിന്തുണ ലഭിച്ചിരുന്നില്ല. ശശീന്ദ്രനെ അനുകൂലിച്ചിരുന്ന PC ചാക്കോ തോമസിനൊപ്പമായതോടെയാണ് മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമായത്. മന്ത്രിസ്ഥാനത്തിന്റെ പേരിലുള്ള തർക്കം NCPയെ പിളർപ്പിലേക്ക് എത്തിക്കുമോ എന്ന ചർച്ചയ്ക്കിടെയാണ് PC ചാക്കോ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശശീന്ദ്രനെ മാറ്റുന്നതിനെ എതിർത്ത് തൃശൂരിൽ യോഗം വിളിച്ച വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്ററെ നേരത്തെ ചാക്കോ സസ്പെൻഡ് ചെയ്തിരുന്നു. വിമത യോഗം എന്ന നിലയ്ക്കുള്ള നടപടി ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെട്ടത്. ചാക്കോയുടെ നടപടിക്കെതിരെ പരസ്യ പ്രസ്താവന ഇറക്കിയായിരുന്നു ശശീന്ദ്രൻ മറുപടി നൽകിയത്. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാക്കോയ്ക്ക് അയച്ച കത്ത് ശശീന്ദ്രൻ പരസ്യമാക്കിയതും പിന്നോട്ടില്ലെന്ന സന്ദേശമായിരുന്നു നൽകിയത്. കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇല്ലാതെ എടുത്ത നടപടിക്കെതിരെ ശശീന്ദ്രൻ പക്ഷം പവാറിന് കത്ത് നൽകിയിട്ടുണ്ട്. നടപടി പിൻവലിച്ചില്ലെങ്കിൽ നിലപാട് കടുപ്പിക്കാനാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കവും. ശശീന്ദ്രനെ മാറ്റാനുള്ള PC ചാക്കോയുടെയും തോമസിന്റെയും നീക്കം എന്നിരുന്നാലും ഫലം കണ്ടിരുന്നില്ല. മുഖ്യമന്ത്രിയാകും ഇക്കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കുക എന്ന നിലപാടിലായിരുന്നു.